അച്ഛന് തലശ്ശേരിക്ക് പോയപ്പോൾ നല്ല കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 1 കിലോ വാങ്ങിച്ചു. അപ്പോൾ അത് വൃത്തിയാക്കി എടുക്കലാണ് ഒരു പണി. ചെറിയ പൊടി കൊഞ്ചായിരുന്നു. അപ്പോൾ കുറച്ച് പണിയായിരുന്നു എല്ലാം വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വൃത്തിയാക്കൽ മാത്രമാണ് കുറച്ച് പണിയായിട്ടുള്ളത്. കൊഞ്ചിൻ്റെ ഫ്രൈ ഉണ്ടാക്കൽ എളുപ്പമാണ് കേട്ടോ. ഫ്രൈക്ക് വേണ്ടി ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുകും പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ. ഇവിടെ മക്കൾക്ക് അധികം എരിവ് വേണ്ട, അതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തുള്ളൂ. പിന്നെ സവാള, ഇതൊക്കെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഉള്ളിയും തക്കാളിയും വഴറ്റി കിട്ടും. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും. ഇവയൊക്കെ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. മസാല കുറച്ച് മൂത്ത് വന്ന ശേഷം അതിലേക്ക് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാലകളെല്ലാം നല്ലോണം യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കൊഞ്ച് ചേർത്ത് കൊടുക്കാം. കൊഞ്ചും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിയെടുക്കാം. മസാലയും കൊഞ്ചും എല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കുറച്ച് മൂടി വെച്ച് വേവിക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് കേട്ടോ. നല്ലോണം കൊഞ്ച് വെന്ത് കിട്ടും. കൊഞ്ച് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഫ്രൈയിലെ വെള്ളം നന്നായി വറ്റി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം.
വെള്ളം നല്ലോണം വറ്റിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ കൊഞ്ച് ഫ്രൈ റെഡി ആയി കേട്ടോ.